വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്രാഫ്റ്റ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കുറെ പേപ്പറുകൾ വട്ടത്തിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് ഈ പൂവിന്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്യണം. ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു പേപ്പർ കപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വട്ടത്തിലുള്ള ഒരു ഇത് മതി. ഈ ചുമപ്പ് ഫ്ലവർ ഞാൻ ചെയ്ത് വെക്കുന്നത് ഈ പേപ്പർ കപ്പിനകത്ത് വെച്ചിട്ടാണ്. ഇതളുകൾ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതളെന്ന് ഉദ്ദേശിച്ച് ഈ വട്ടത്തിൽ വെട്ടി വെച്ചിരിക്കുന്ന പേപ്പർ ആട്ടോ. ഈ ചോപ്പിന്റെ ഡയമീറ്റർ 5.8 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് യെല്ലോ ആണ്. അത് കുറച്ച് ചെറുതാക്കി ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളൊരു പേപ്പർ എടുക്കണം. അതിനകത്തോട്ട് ഇതുപോലെ വട്ടത്തിൽ കുറെ പേപ്പറുകൾ വെട്ടിയെടുക്കണം. ഇതിന്റെ കട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കുറെ അധികം പേപ്പർ വേണം. ഇത്തവണ ഞാൻ ചെയ്തപ്പോൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 92 റൗണ്ട് ആണ് ആവശ്യം വന്നത് കേട്ടോ. ഈ യെല്ലോയും ഓറഞ്ചും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. മൊത്തത്തിൽ 92 റൗണ്ട് ഇതുപോലത്തെ പേപ്പർ ആവശ്യം വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 4 സെന്റിമീറ്റർ ആയിരുന്നു അതിന്റെ ഡയമീറ്റർ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പശയാണ്. ഞാൻ ഇതിനകത്താണ് ഈ ഇതളുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇതള് എനിക്കിത് ഫസ്റ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കുമ്പോൾ നടുക്ക് മടക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നടുക്ക് മടക്കിയിട്ട് ഫസ്റ്റത്തെ നമ്മൾ പശയൊന്നും തേക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വെക്കുന്ന പേപ്പർ കപ്പിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിനകത്തൊന്നും പശയാവരുത്. ആയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് ഇതിങ്ങ് വലിച്ചൂരി എടുക്കണം. അപ്പൊ അതിനകത്ത് ഈ ഫസ്റ്റ് ലെയർ വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിനകത്ത് എവിടെയും പശയാവാണ്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പൊ ആദ്യം വെക്കുന്ന ആ പേപ്പറിനകത്ത് നമ്മൾ പശ തേക്കാണ്ടാണ് വെക്കുന്നത്. കാരണം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ കപ്പിനകത്ത് ആവുമല്ലോ. പിന്നെ എടുക്കുന്നതിനകത്ത് പകുതിയെ നമ്മൾ പശ തേച്ചിട്ടുള്ളൂ. നമ്മൾ ഇതിന്റെ സെന്ററിനാണ് വെച്ചിട്ട് വരുന്നത്. ഓരോ ഇതളിന്റെ സെന്ററിനും അടുത്ത ഇതൾ വെക്കണം. അങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതുപോലെയാണ് വെച്ചിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ലെയർ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡ് മാത്രമേ പശ തേക്കുന്നുള്ളൂ. ഈ പേപ്പറിൽ മാത്രമേ തേക്കുന്നുള്ളൂ. നമ്മൾ വെക്കുന്ന പേപ്പർ കപ്പോ അല്ലെങ്കിൽ നമ്മുടെ കുപ്പിയുടെ അടപ്പൊക്കെയാണ് വെച്ചിരുന്നെങ്കിൽ അവിടെയൊന്നും പശയാവരുത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ നടുക്കിൽ കാണുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഫുൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വരുന്ന വരെ നമ്മൾ ഇങ്ങനെ പേപ്പർ വെച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് കളറായിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഓറഞ്ച് കളർ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു ലെയർ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി മടക്കിയിട്ടല്ല വെക്കുക. നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് അധികമാണ് വെക്കുന്നത്, പുറത്തോട്ട് കുറച്ച് കാണുന്ന രീതിക്ക്. അങ്ങനെ വെക്കുമ്പോഴാണ് ഉള്ളിലുള്ള ആ ഹോളൊക്കെ ഫില്ലായി വരുള്ളൂ. ആ സമയത്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വെള്ള കളർ മുത്തോ എന്തെങ്കിലും ബീഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇതളുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെച്ചിട്ടുള്ള ഈ പേപ്പർ കപ്പ് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ചിലപ്പോൾ ആ സമയത്ത് അതിനകത്ത് പശയൊക്കെ വല്ലയിടത്തും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യും. എങ്കിലും തിരിച്ച് പതിയെ എടുത്താൽ മതി. നല്ല ഭംഗിയിലുള്ള പേപ്പർ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ക്രാഫ്റ്റ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല.